അദ്ദേഹത്തിന് വലിയ പദ്ധതികളോ സ്വപ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ജപ്പാനിലെ ഒരു റൂറൽ ഏരിയയിൽ ഒരു ചെറിയ സ്യൂട്ട് ഷോപ്പിൽ നിന്നാണ് തുടക്കം. ഇന്ന് അത് $48 ബില്യൺ വർത്തുള്ള ഒരു ഫാഷൻ എംപയർ ആണ്. തഡാഷിയാണായി തന്റെ 23-ാമത്തെ വയസ്സിൽ പിതാവിന്റെ സ്റ്റോർ ഏറ്റെടുത്തുകൊണ്ടാണ് തുടക്കം. ഷട്ടറുകൾ തുറന്നും അടച്ചും പണങ്ങൾ എണ്ണിയും ദിവസങ്ങൾ തള്ളി നീക്കി. 1984-ൽ ഗ്യാപ്പിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ട് സ്യൂട്ടുകൾ ഉപേക്ഷിച്ച് ഒരു കാഷ്വൽ ക്ലോത്തിംഗ് സ്റ്റോർ ആരംഭിച്ചു. അതാണ് യുണീക്ലോ. അദ്ദേഹം ആഗോളതലത്തിൽ ഒരുപാട് എത്തിപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ലണ്ടനിലെ 50ഓളം സ്റ്റോറുകൾ ഒരു സാഹചര്യത്തിൽ അടയ്ക്കേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറുകൾ ഫോക്കസ് ചെയ്യാൻ ആരംഭിച്ചു. തുടക്കത്തിൽ ആളുകൾ ക്ലോത്തിന്റെ മെറ്റീരിയലിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അത് ഇഗ്നോർ ആക്കുന്നതിന് പകരം സോഫ്റ്റ് മെറ്റീരിയലായ സൂഫ്ലെ നൂൽ നിർമ്മിക്കാൻ ആള് 2 വർഷം ചെലവഴിച്ചു. ഇതിന്റെ ഫലം ജപ്പാനിലെ റൂറൽ ഷോപ്പിൽ നിന്നും ജപ്പാനിലെ റിച്ചസ്റ്റ് മാൻ എന്ന പദവിയിലേക്ക്. ഒരുപക്ഷെ ആളുകളുടെ ഈ ഒരു കൺസേൺ അദ്ദേഹം ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തില്ലായിരിക്കും. ഫോളോ ആൻഡ് ലൈക്ക് ഫോർ മോർ.